ലോകം ചുറ്റും മുഴങ്ങി കേൾക്കുന്ന ഒരു വാക്കാണ് ഞാൻ, എനിക്ക് എന്നുള്ളത്. ഞാൻ, എനിക്ക്, എന്നെ ഈ വാക്കുകൾ സൂചിപ്പിക്കുന്നതാണ് നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് അല്ലെങ്കിൽ പ്രതീക്ഷകളെ. എനിക്ക് എക്സാമിന് ഇത്ര മാർക്ക് വേണം, എന്നെ ഒരാൾ ഈ രീതിയിൽ ട്രീറ്റ് ചെയ്യണം, എന്നെ അവൻ സ്നേഹിക്കണം, എൻ്റെ അമ്മ സ്നേഹിക്കണം, എന്നെ എൻ്റെ അച്ഛൻ സ്നേഹിക്കണം, എന്നെ എൻ്റെ കൂട്ടുകാർ സ്നേഹിക്കണം, എന്നെ എൻ്റെ സമൂഹം അഭിനന്ദിക്കണം, എൻ്റെ ആഗ്രഹങ്ങൾ എനിക്ക് നേടണം, എൻ്റെ ഇഷ്ടങ്ങൾ എനിക്ക് സാധിച്ചെടുക്കണം, ഞാൻ പറയുന്ന ഒപ്പീനിയന് വില കൊടുക്കണം, ഞാൻ പറയുന്ന തീരുമാനങ്ങൾ നടത്തണം. എല്ലാത്തിലും ഞാൻ, എനിക്ക് വേണ്ടി, എന്നെ. അതെ, ഈ ലോകം മുഴുവൻ എക്സ്പെക്റ്റേഷൻസ് അല്ലെങ്കിൽ പ്രതീക്ഷകളാൽ മൂടിക്കൊണ്ടിരിക്കുന്നു. ഈ പ്രതീക്ഷകളെ നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത് കുട്ടിക്കാലം മുതലാണ്. നമ്മളൊരു കുഞ്ഞായിരിക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ നമ്മുടെ അമ്മയോട് വാശി പിടിക്കുന്നു. ഞാൻ ഇഷ്ടപ്പെടുന്ന ആഹാരം എനിക്ക് ലഭിക്കണം, അല്ലെങ്കിൽ ഞാൻ ഫുഡ് കഴിക്കില്ല. ഞാൻ ഇഷ്ടപ്പെടുന്ന ഡ്രസ്സ് എനിക്ക് വേണം, ഞാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിൽ എന്നെ കൊണ്ടുപോകണം, ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ഈ വീട്ടിലെ കാര്യങ്ങൾ നടത്തണം, ഞാനൊരു കളിപ്പാട്ടം കണ്ട് അത് വേണമെന്ന് പറഞ്ഞ് കരഞ്ഞാൽ അതെനിക്ക് കിട്ടിയിരിക്കണം. അപ്പോൾ ഈ കുട്ടി സ്വാഭാവികമായിട്ടും വിചാരിക്കുന്നത് വലുതാവുമ്പോഴും എൻ്റെ ആഗ്രഹങ്ങൾ, എൻ്റെ വാശികൾ, എൻ്റെ തീരുമാനങ്ങൾ ഇതൊക്കെയാണ് ഈ ലോകത്ത് നടക്കാൻ പോകുന്നത്. ഞാൻ എന്ത് പറയുന്നു അതിന് മറുവാക്കില്ല, അതായിരിക്കണം ഈ ലോകത്ത് വേണ്ടത്. നമ്മൾ പൊതുവേ പറയുന്നത് നമ്മൾ മനസ്സും ശരീരവും ഒക്കെ ശുദ്ധമാക്കിയിട്ട് നമ്മൾ അമ്പലങ്ങളിലേക്ക് പോകും, പള്ളിയിലേക്ക് പോകുന്നൊക്കെയാണ്. ഇപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക, എൻ്റെ ദൈവമേ എൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരണം, എനിക്ക് എക്സാമിന് നല്ല മാർക്ക് കിട്ടണം, എൻ്റെ കുട്ടികൾ നല്ല നിലയിലെത്തണം, ഞാൻ പറഞ്ഞ എല്ലാ പ്രാർത്ഥനകളും നീ കേൾക്കുന്നില്ലേ, ഇതൊക്കെയാണ് നമ്മൾ പറയുന്നത്. എന്നാൽ എനിക്ക് എക്സാമിന് മാർക്ക് വേണം എന്ന് പ്രാർത്ഥിക്കുന്നതിന് പകരം എക്സാമിന് ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസിനും എനിക്ക് ഉത്തരം എഴുതാൻ സാധിക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ പോരെ? അതായത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ അങ്ങോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലല്ലേ നമുക്ക് തിരിച്ച് മാർക്ക് കിട്ടൂ. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റി നമ്മൾ പറയുന്നില്ല, നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല, നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നേരെ മറിച്ച് നമുക്ക് വേണ്ടത് നമുക്കതിൻ്റെ റിസൾട്ട് മാത്രമാണ്. എന്നെ ഒരാൾ സ്നേഹിക്കണം, എന്നാൽ ഞാൻ അങ്ങോട്ട് സ്നേഹം കൊടുക്കുന്നുണ്ടോ, ഞാൻ ചെയ്യേണ്ട കടമകൾ ചെയ്യുന്നുണ്ടോ, ഞാനൊരു നല്ല വ്യക്തിയാണോ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. പക്ഷേ എനിക്ക് തിരിച്ചൊക്കെ വേണം. ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു സ്വാർത്ഥത. ഇതാണ് എക്സ്പെക്റ്റേഷൻസ് എന്ന് പറയുന്നത്. ഞാൻ ഒരിക്കലും പറഞ്ഞു വരുന്നത് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പണിയെടുത്ത് അപ്പോഴുള്ള എക്സ്പെക്റ്റേഷനെ കുറിച്ചല്ല. ഈ ലോകം മുഴുവൻ ചുറ്റപ്പെട്ടിരിക്കുന്ന ഞാൻ 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 എന്ന സ്വാർത്ഥ താല്പര്യമുള്ള എക്സ്പെക്റ്റേഷനെ കുറിച്ചാണ്. ഇതിൻ്റെ അർത്ഥം എൻ്റെ എക്സ്പെക്റ്റേഷൻ നടത്തുക എന്ന് പറയുന്നത് എൻ്റെ അത്രയും വലിയ ആഗ്രഹമാണ്, എനിക്കത് നടന്നിരിക്കണം എന്നാണ്. അതുകൊണ്ടാണ് അമ്പലത്തിൽ വന്നിട്ട് പോലും നമ്മളത് കമാൻഡ് ചെയ്യണം, അതെനിക്ക് നടത്തി തരണേ എന്ന് പറയാണ്. നേരെ മറിച്ച് ആ റിസൾട്ട് തരാനുള്ള കാര്യം ചെയ്യാൻ കഴിയണേ എന്നല്ല പറയുന്നത്. അപ്പോൾ നമ്മൾ പലരിൽ നിന്നും പല കാര്യങ്ങളും ആഗ്രഹിക്കുന്നു. എനിക്ക് അവൻ ഇത് തരണം, ഇവൻ ഇത് തരണം, ഇവരുടെ കയ്യിൽ നിന്ന് ഇത് കിട്ടണം, അവരുടെ കയ്യിൽ നിന്ന് ഇത് കിട്ടണം. ഇതൊക്കെ നമ്മൾ ആഗ്രഹിച്ചു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ നമ്മളെ ചുറ്റിലുള്ള ആൾക്കാരും ഈ ലോകവും ഇവിടെ നിലനിൽക്കുന്നത് നമുക്ക് വേണ്ടിയാണോ? നമുക്ക് നമ്മുടെ കാര്യങ്ങൾ സാധിച്ചു തരാൻ വേണ്ടിയാണോ? അല്ല, എല്ലാവരും ഈ ലോകത്തുള്ളത് അവരവരുടെ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയാണ്. അപ്പോൾ പിന്നെ വേറൊരാളോട് പോയിട്ട് എനിക്ക് ഇന്ന കാര്യം തരണം എന്ന് പറഞ്ഞാൽ അവർ പറയും എനിക്ക് മറ്റേ കാര്യം വേണം. അയാൾ അയാളുടെ ആവശ്യം പറയും, നിങ്ങൾ നിങ്ങളുടെ ആവശ്യം പറയും. അതുകൊണ്ട് മറ്റൊരാളിൽ നിന്നും ഒന്നും ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാതിരിക്കുക. എന്തിനാണ് നമ്മൾ മറ്റുള്ളവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്? അവർ നിങ്ങൾക്ക് വേണ്ടിയല്ല ജീവിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടിയല്ല പണിയെടുക്കുന്നത്. നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ മറ്റൊരാളുടെ കൈകളിലേക്ക് കൊടുക്കാതിരിക്കുക. ഞാൻ മാർക്ക് വെച്ചിട്ട് എക്സാമ്പിൾ പറയാം. മാർക്ക് വെച്ചിട്ടാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും, എല്ലാ ഏജിലുള്ളവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് മാർക്ക് തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അവിടെ എന്നെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നത് ആർക്കാണ്? ആ മാർക്ക് തരുന്ന വ്യക്തിക്കാണല്ലേ. ആ വ്യക്തിയുടെ ഒരു ഔദാര്യമായിട്ടാണ് എനിക്ക് മാർക്ക് കിട്ടുന്നത്. കാരണം എന്താ? എനിക്ക് നല്ലോണം പഠിക്കാൻ കഴിയണമെന്നോ, എനിക്ക് നല്ലോണം ഉത്തരം എഴുതാൻ കഴിയണമെന്നോ എല്ലാം ഞാൻ വിചാരിക്കുന്നത് എനിക്ക് നല്ലോണം മാർക്ക് തരണേ, അതായത് ഒരു ബോണസ് പോലെ. അപ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ടീച്ചറിൻ്റെ ഔദാര്യമാണ്, ആ ടീച്ചറിൻ്റെ കയ്യിലാണ് എൻ്റെ എക്സ്പെക്റ്റേഷൻ ഇരിക്കുന്നത്. നേരെ മറിച്ച് ഞാൻ ഹാർഡ് വർക്ക് ചെയ്ത്, ഞാൻ പണിയെടുത്ത്, ഞാൻ നല്ലപോലെ എക്സാം എഴുതിയാൽ ആ ടീച്ചറിൻ്റെ കയ്യിലാണോ എൻ്റെ ലൈഫ് ഇരിക്കുന്നത്? അല്ല. പിന്നീട് ആ ടീച്ചറിൻ്റെ ഡ്യൂട്ടിയാണ് ഞാൻ എഴുതിയതിനുള്ള മാർക്ക് എനിക്ക് തരിക എന്നുള്ളത്. അപ്പോൾ എന്നെ കൺട്രോൾ ചെയ്യുന്നത് ആ ടീച്ചറല്ല, എന്നെ കൺട്രോൾ ചെയ്യുന്നത് ഞാനാണ്. ഞാൻ പഠിച്ച് ഞാൻ എക്സാം എഴുതി, അപ്പോൾ എനിക്കതിനുള്ള മാർക്ക് കിട്ടും.
ഇവിടെ ഞാൻ എന്ന വ്യക്തിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഞാനാണ്. നേരെ മറിച്ച് പഠിക്കാതെ എനിക്ക് മാർക്ക് കിട്ടണം എന്ന് പറഞ്ഞിരുന്നാൽ ഞാൻ എന്ന വ്യക്തിനെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? ആരുടെ കയ്യിലാണ് ഞാൻ എന്ന വ്യക്തിൻ്റെ ആഗ്രഹങ്ങൾ ഇരിക്കുന്നത്? ടീച്ചറിൻ്റെ കയ്യിൽ. ഇതുപോലെയാണ് ഓരോ കാര്യങ്ങളിലും. അതുകൊണ്ട് നിങ്ങളുടെ റിമോട്ട് കൺട്രോൾ മറ്റൊരാൾക്ക് കൊടുക്കാതിരിക്കുക. നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് നിങ്ങളായിരിക്കണം. നിങ്ങളുടെ ലൈഫ് എങ്ങനെ പോകണം എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളായിരിക്കണം. നിങ്ങളുടെ സൈഡിൽ നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് അതിൻ്റെ റിസൾട്ട് തന്നേ പറ്റൂ. കാരണം അപ്പോൾ കൺട്രോൾ ഇരിക്കുന്നത് നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾ അവരെ കൺട്രോൾ ചെയ്യും, നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് കിട്ടും. ഇതാണ് ലൈഫ്, ജീവിതം, ലോകം എന്ന് പറയുന്നത്. ബി റിയലിസ്റ്റിക് ഇൻ യുവർ എക്സ്പെക്റ്റേഷൻസ് ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.